ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും അതിൽ പ്രാതിനിധ്യം ലഭിച്ച കേരളീയർക്കെല്ലാം അഭിമാനവും പ്രതീക്ഷയും ഉയർത്തുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ ഇതിൻ്റെ നിറം കെടുത്താൻ വേണ്ടി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റായിട്ടാണ് ക്യാബിനറ്റിലേക്കല്ല ഇവർ രണ്ടാളെയും തിരഞ്ഞെടുത്തതെന്നുള്ള ഒരു വിമർശനവുമായിട്ട് ചില കുൽസിത ബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ അതുപയോഗിച്ചും നരേന്ദ്രമോദിയെയും ദേശീയ ജനാധിപത്യ മുന്നണിയെയും അവർ കേരളത്തോട് കാണിക്കുന്ന പരിഗണനയെയും വില കുറച്ചു കാണിക്കുന്നതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അവരോട് ഒരൊറ്റ ചോദ്യം മാത്രം എനിക്ക് ചോദിക്കാനുണ്ട്. ജവഹർലാൽ നെഹ്റു തൊട്ട് രാജീവ് ഗാന്ധി വരെ പ്രധാനമന്ത്രിമാരായിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് അവരുടെ ക്യാബിനറ്റുകളിലേക്ക് എത്ര പ്രതിനിധികളെയാണ് എടുത്തിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി 3 പ്രാവശ്യം പ്രധാനമന്ത്രിയായി. അതിലൊരു തവണ മാത്രം CM സ്റ്റീഫനെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ആരെയാണ് അവർ ക്യാബിനറ്റിലേക്ക് എടുത്തിട്ടുള്ളത്? രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആരെയാണ് ക്യാബിനറ്റിലേക്ക് എടുത്തിട്ടുള്ളത്? ഇവരുടെ ഒന്നും കാലത്ത് ക്യാബിനറ്റിലേക്ക് എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, രാജീവ് ഗാന്ധിയുടെ കാലത്ത് മരിച്ചു കിടന്ന അമ്മയുടെ മൃതദേഹത്തെ സംസ്കരിക്കുന്നത് പോലും കാത്തിരിക്കാതെ പ്രധാനമന്ത്രി പദം കവർന്നെടുത്ത രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് കഴിയുന്നത്ര നേരത്തെയാക്കി അമ്മയുടെ മരണം മുതലെടുക്കാൻ ശ്രമിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പം ഏതാണ്ട് 400-ലധികം സീറ്റ് ഭാരതത്തിലാക്കി മൊത്തം കിട്ടി. കേരളത്തിലാണെങ്കിൽ കേരളത്തിലും നല്ല സംഖ്യ 17ആണെന്ന് എൻ്റെ ഓർമ്മ. ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് MP മാരുണ്ടായിട്ടും ഒരാളെയെങ്കിലും ക്യാബിനറ്റിലേക്ക് എടുക്കുന്നതിന് രാജീവ് ഗാന്ധി തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അന്ന് ലോകപ്രശസ്തനായ KR നാരായണനെയും അതുപോലെ ഇടയ്ക്ക് MM ജേക്കബിനെയും A റഹീമിനെയും ഒക്കെ ഇവരുടെ കാലത്ത് എടുത്തിരുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് മാത്രമായിരുന്നു എന്ന് ഓർക്കുക. മാത്രമല്ല, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പം ബൊഫോഴ്സ് അഴിമതി കേസിൽ കുടുങ്ങിയതിന് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി JPC ഉണ്ടാക്കിയപ്പം അന്ന് ശങ്കരാനന്ദനെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി JPCയുടെ ചെയർമാനായ കാലഘട്ടത്തിൽ ഒരൊറ്റയാളെപ്പോലും ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഒരാളെപ്പോലും ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ടാവട്ടെ നരേന്ദ്രമോദിയെ വിമർശിക്കാനും സുരേഷ് ഗോപിക്കും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കിട്ടിയ അവസരത്തെ ചെറുതാക്കി കാണിക്കുവാനും പരിശ്രമിക്കുന്നതെന്ന് മാത്രമാണ് അതിനൊക്കെ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും വിമർശകരോടും പറയുവാനുള്ളത്.